ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ രാംലീല മൈതാനത്ത് ഞായറാഴ്ച നടക്കുന്ന മഹാറാലി ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി പ്രകടനമാകും. കേജ്രിവാളിനായി പുതിയ ഓൺലൈൻ ക്യാമ്പയിൻ AAP ആരംഭിച്ചു. ED ഉപയോഗിച്ച് ആം ആദ്മി പാർട്ടിയുടെയും ഇന്ത്യ സഖ്യത്തിന്റെയും വിവരങ്ങൾ ചോർത്താൻ BJP ശ്രമിക്കുന്നതായി ദില്ലി മന്ത്രി അതിഷി മർലേന ആരോപിച്ചു. കേജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതികരണവുമായി ഐക്യരാഷ്ട്രസഭാ വക്താവ് രംഗത്തുവന്നു. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഞായറാഴ്ച രാംലീല മൈതാനത്ത് നടക്കുന്ന മഹാറാലിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാക്കൾ പങ്കെടുക്കും. റാലിക്ക് പോലീസ് അനുമതി നൽകി. രാംലീല മൈതാനിലെ മഹാറാലി കണക്കിലെടുത്ത് BJP ആസ്ഥാനത്ത് ഇന്ന് പ്രതിഷേധിക്കാനുള്ള നീക്കം ഇന്ത്യ സഖ്യം ഉപേക്ഷിച്ചു. കേജ്രിവാൾക്കോ ആശീർവാദ് എന്ന പുതിയ ക്യാമ്പയിന് AAP തുടക്കമിട്ടു. आप किसी भी पार्टी से हो, अरविंद जी को मैसेज जरूर भेजें. इस WhatsApp नंबर का भी खूब प्रचार करें. WhatsApp नंबर है 8297324624. जय हिंद. അരവിന്ദ് കെജ്രിവാളിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടക്കുന്ന ED അന്വേഷണം BJPക്ക് വേണ്ടിയെന്നാണ് ആം ആദ്മി പാർട്ടി ആരോപണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം, ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, മണ്ഡലങ്ങളിലെ ആം ആദ്മി പാർട്ടി പ്രചാരണം എന്നിവ ചോർത്താനാണ് നീക്കം എന്ന് അതിഷി മർലേന ആരോപിച്ചു. कुछ महीने पुराने फोन में लोकसभा चुनाव लड़ने की स्ट्रैटेजी मिलेगी. अरविंद केजरीवाल की इंडिया अलायंस के बाकी सब लीडर्स के साथ क्या बातचीत चल रही है वो मिलेगी. എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് കരുതുന്നതായി കേജ്രിവാളിന്റെ അറസ്റ്റ് അടക്കമുള്ള വിഷയങ്ങളോട് UN വക്താവ് സ്റ്റീഫൻ ഡുജാറിക് പ്രതികരിച്ചു. സ്വതന്ത്രവും നീതിപൂർവമായ സാഹചര്യത്തിൽ വോട്ട് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സ്റ്റീഫൻ വ്യക്തമാക്കി. റിപ്പോർട്ടർ, ദില്ലി.